ഹലോ ഗൈസ്, എത്ര കാലമായി ഈ ഹലോ ഗൈസ് പറഞ്ഞിട്ട്. അർജു വ്ളോഗ്സിൻ്റെ പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ആരും എന്നെ മിസ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് അറിയാം. അങ്ങനെ മിസ് ചെയ്യാൻ മാത്രം ഒന്നും ഞാൻ അത്ര വലിയ ആളല്ലല്ലോ. എന്തായാലും ആവട്ടെ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ എനിക്കും പരമസുഖം തന്നെയാണ്. ഇതിനിടയിൽ പല യാത്രകളും ഒക്കെ നടത്തി, പല പുതിയ പുതിയ ഫുഡ് ഔട്ട്ലെറ്റ്സിലൊക്കെ പോയി. പക്ഷേ അവിടെ ഒന്നും തന്നെ വ്ളോഗ് എടുത്തില്ല. എന്തോ വ്ളോഗിങ്ങിനോടുള്ള താല്പര്യം കുറച്ചൊന്ന് കുറഞ്ഞ പോലെ തോന്നുന്നു. ശരിയാക്കി എടുക്കണം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ എൻ്റെ പ്രേക്ഷകരോട്, അതായത് നിങ്ങളോട്, ഒട്ടും നീതി പുലർത്താത്ത ഒരു വ്ളോഗറാണെന്ന്. അത് തുറന്ന് സമ്മതിക്കണം ഞാനത്. കാരണം ഇടയ്ക്കൊക്കെ നല്ല നല്ല വീഡിയോസായിട്ട് വരും, പിന്നെ കുറച്ച് തട്ടിക്കൂട്ട് വീഡിയോസൊക്കെ ചെയ്യും, പിന്നെ കുറച്ച് കാലത്തേക്ക് എന്താ പറയുക, മഷിയിട്ട് നോക്കിയാൽ പോലും ആളെ കാണില്ല. ആ ലെവലിലാണ് ഞാനിപ്പോൾ. കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് അങ്ങനെയാണ്. കുറേ ബ്രേക്കുകൾ വന്നു ഇടയിൽ. ഒന്നുമല്ല, എന്തോ ഇടയ്ക്ക് വെച്ചിട്ട് ഇൻട്രസ്റ്റ് കുറച്ച് കുറയും. അപ്പോൾ ഞാനൊരു ബ്രേക്ക് എടുക്കുന്നതാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകതകളുള്ളൊരു ദിവസമാണ്. ഇന്ന് മെയ് 21 ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് ഒരു നോർമൽ വ്യാഴാഴ്ചയാണ്, വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ വർക്കിലായിരുന്നു. രാവിലെ ഞാൻ അമ്പലത്തിൽ പോയി കേട്ടോ. ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ പ്രതിഷ്ഠാ ദിനമാണ്. ഇവിടെ ഭഗവതി ക്ഷേത്രത്തിൽ ദേവിയുടെ പിറന്നാളാണ്. അപ്പോൾ പോയി തൊഴുതു. ഇന്ന് മറ്റൊരു പിറന്നാളും കൂടി ഉണ്ട്. നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം തലമുറകളുടെ നായകനായിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ്റെ പിറന്നാളാണ്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ലാലേട്ട. ലാലേട്ടൻ്റെ സിനിമകളോ അല്ലെങ്കിൽ ഡയലോഗുകളോ പാട്ടുകളോ ഇല്ലാത്തൊരു ദിവസം പോലും അല്ലേ മലയാളീസിന് ആലോചിക്കാൻ പോലും പറ്റില്ല. എൻ്റെ ലൈഫും അങ്ങനെ വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒരാളാണ് പുള്ളി. നേരിട്ട് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല, എന്നാൽ പോലും എന്തോ ഇഷ്ടമാണ് ലാലേട്ടനെ. അപ്പോൾ ഇന്ന് ലാലേട്ടൻ്റെ പിറന്നാളോടനുബന്ധിച്ച് ഇന്ന് ദൃശ്യം 3 റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുവിധപ്പെട്ട നിങ്ങളെല്ലാവരും തന്നെ ഈ വീഡിയോ റിലീസ് ചെയ്യുമ്പോഴേക്കും, അതായത് ഈ വ്ളോഗ് റിലീസ് ചെയ്യുമ്പോഴേക്കും ദൃശ്യം 3 കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാനും ഇന്ന് കാണുന്നുണ്ട്. നമുക്കിന്ന് വർക്ക് ഉള്ളതുകൊണ്ട് എന്തോ എനിക്ക് രാവിലത്തെ ഷോ ഒന്നും പോകാൻ പറ്റിയില്ല. തന്നെ എംലാൽ സിനിപ്ലക്സിൽ. അതെ, നമ്മുടെ ലാലേട്ടൻ്റെ തിയേറ്ററിൽ തന്നെയാണ് ഇന്ന് സിനിമ കാണാൻ പോകുന്നത്. ദൃശ്യം 3 ഒരുപാട് എക്സ്പെക്റ്റേഷനോടുകൂടിയുള്ള സിനിമയാണ്, അറിയാലോ. ദൃശ്യം 1 ഇറങ്ങിയത്, ഇഫ് ഐ എം നോട്ട് റോങ്, 2013 ഡിസംബർ 19 ഒരു തേഴ്സ്ഡേ ആയിരുന്നു. ഇന്നത്തെ പോലെ ഒരു തേഴ്സ്ഡേ തന്നെ ആയിരുന്നു. അന്ന് ആക്ച്വലി നമുക്ക് അത്ര ഫോണും സോഷ്യൽ മീഡിയയിലൊന്നും അത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടും സിനിമയെക്കുറിച്ച് കാര്യങ്ങളൊന്നും അത്ര അറിയണ്ടായിരുന്നില്ല. അതായത് ഈ സിനിമ എങ്ങനത്തെ ഒരു ഇതാണ്, ട്രെയിലർ പോലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ശനിയാഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊരു ചേട്ടൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് പോയി സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം ഈ എംലാൽ ഉള്ള സ്ഥലത്ത് മേളം തിയേറ്ററായിരുന്നു. അവിടെ പോയിട്ട് ഞാനൊരു 2 മണിയുടെ ഷോയിൽ ഈ സിനിമ കണ്ടു. അപ്പോൾ നമുക്കൊന്നും അറിയില്ല ഈ സിനിമയെക്കുറിച്ച്. പെട്ടെന്നാണ് ഈ ട്വിസ്റ്റുകളും. അതായത് സാധാരണ ഒരു ഫാമിലി പടം എന്ന് വിചാരിച്ച്, അതായത് അന്ന് ആ ടൈമിൽ നമുക്ക് സ്നേഹവീട് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. സ്നേഹവീട് ഇറങ്ങിയിട്ട് കുറച്ച് കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതേപോലത്തെ ഒരു പടമായിരിക്കും, ഫാമിലി പടമായിരിക്കും എന്ന് വിചാരിച്ചാൽ പോയത്. പക്ഷേ ഇതങ്ങോട്ട് ഇൻ്റർവെലും അതുപോലെ സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോൾ സംഭവം മാറി അല്ലേ. ഒരു മറക്കാനാവാത്ത തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ദൃശ്യം. ഞാൻ വീട്ടിൽ വന്നിട്ട് അച്ഛനോടും അമ്മോടൊക്കെ പറഞ്ഞു, അങ്ങനെ ഇത്രയും അടിപൊളി മോഹൻലാൽ സിനിമ ഞാൻ കണ്ടിട്ടില്ല തിയേറ്ററിൽ പോയി, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഫാമിലിയായിട്ട് പിന്നെ രണ്ടാമത് പോയി കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ഒരു തവണ തന്നെ കണ്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇത് വന്നു, മറ്റേ CD ഒക്കെ വന്നപ്പോൾ അത് ലാപ്ടോപ്പിലിട്ട് കണ്ടു. അതാണ് ദൃശ്യം 1ൻ്റെ മെമ്മറീസ്. ദൃശ്യം 2 പിന്നെ അൺഫോർച്ചുനേറ്റ്ലി കോവിഡിൻ്റെ സമയത്ത് ഷൂട്ട് ചെയ്തുകൊണ്ട് അത് OTTയിലാണല്ലോ വന്നത്. പക്ഷേ അതും നമ്മൾ പെട്ടെന്ന് കണ്ടു, ഇറങ്ങിയ ഉടനെ തന്നെ കണ്ടു. ഇനി ദൃശ്യം 3യുടെ കേസിൽ വരികയാണെങ്കിൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഓപ്പണാണ്. ആർക്ക് വേണമെങ്കിലും റിവ്യൂ ഇടാം, ആർക്ക് വേണമെങ്കിലും സ്പോയിലേഴ്സൊക്കെ ഇടാം. ഇപ്പോൾ ഇന്ന് ചില ചേട്ടന്മാർ രാവിലെ തന്നെ സിനിമയൊക്കെ കാണാൻ പോയി, 7 മണിയുടെ ഷോ ഒക്കെ കാണാൻ പോയിട്ട് അവരുടെ ചില ചേട്ടന്മാരുടെ കാര്യമായിട്ടാണ് പറഞ്ഞത്, ചില നല്ലവരായ ചേട്ടന്മാർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ട്വിസ്റ്റ് അല്ലെങ്കിൽ കാമിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങട് ഫോട്ടോ എടുത്തിട്ട് അപ്പം തന്നെ അവരുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ പോസ്റ്റ് ചെയ്യും. ഞാൻ തന്നെ 1-2 സിനിമാ ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ്. എന്നാലും പക്ഷേ എൻ്റെ ഗ്രൂപ്പിലുള്ള പിള്ളേരൊക്കെ ഡീസൻറ്റ് പിള്ളേരാണ് കേട്ടോ. സിനിമാ കമ്പനി ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേരൊക്കെ നല്ല പിള്ളേർ തന്നെയാണ്. അപ്പോൾ അവരൊന്നും ആരും ഇടില്ല, പക്ഷേ ചില യൂട്യൂബിലൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് യൂട്യൂബ് അതുപോലെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഒന്നും ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല ഈ ഒരു സമയം വരെ. 12-12:30 ഇപ്പോൾ ഉച്ച സമയം
ആയി. അപ്പോൾ ഞാൻ ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. എനിക്ക് റിവ്യൂ അറിയണ്ട. റിവ്യൂ അറിയാതെ ഞാൻ പോയി കാണും. കണ്ടിട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് കിട്ടണം. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. കുറച്ച് സമയം വർക്ക് ചെയ്യട്ടെ, എന്നിട്ട് വരാട്ടോ. ഈ ബർത്ത്ഡേൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, അതായത് ലാലേട്ടൻ്റെ ബർത്ത്ഡേൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഒരു ആഴ്ച മുന്നേ നടന്നൊരു സംഭവം. അതായത് ബർത്ത്ഡേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അതായത് എൻ്റെ ഒരു ഓൾഡ് കൊളീഗ്, ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്ത ബാംഗ്ലൂരുള്ള ഒരു BPO ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് ഇപ്പോഴും ഉണ്ട്. അന്ന് നമ്മൾ 8 കൊല്ലം മുമ്പ് ഉള്ളൊരു ഗ്രൂപ്പാണ്. ആ സമയത്ത് വർക്ക് ചെയ്തവരൊക്കെ ഇപ്പോൾ പല ഭാഗത്താണ്. ചിലവരൊക്കെ ഇന്ത്യക്ക് പുറത്ത് പോയി. പക്ഷേ നമ്മൾ ആ ഗ്രൂപ്പ് ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. അത്ര ആക്റ്റീവ് ഒന്നും അല്ലാത്തൊരു ഗ്രൂപ്പ്. അപ്പോൾ കമ്മിങ് ടു ദ പോയിൻറ്റ്, അതിനകത്തൊരു ഒരു ചേട്ടൻ്റെ, അയാൾ എന്നെക്കാളും ഒരു 5 ഇയർ എൽഡറാണ്. സോ ആ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് എല്ലാവരും വിഷ് ചെയ്യാൻ തുടങ്ങി. ആദ്യം നമ്മുടെ ഒരു ടീം ലീഡർ ഉണ്ടായിരുന്നു, ഒരു മാഡം. ആ മാഡം വിഷ് ചെയ്തു. ഒരു 6 മണിക്ക് തന്നെ വിഷ് ചെയ്തു. പിന്നെ അങ്ങനെ വരിയായിട്ട് ആൾക്കാർ വിഷ് ചെയ്യാണ്. അപ്പം ഞാനിത് കണ്ടത് ഒരു 8:30-8:45 ജിമ്മിൽ പോയി വന്നതിന് ശേഷം ഞാൻ കണ്ടപ്പോൾ ഞാനും വിഷ് ചെയ്തു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മൾ ഇടുന്ന മെസ്സേജസ് അപ്പം ഈ ബർത്ത്ഡേ ബോയ്, അതായത് ഈ ചേട്ടൻ കാണുന്നുണ്ട്. ഓക്കെ ഫൈൻ, മേ ബി പുള്ളി വന്നിട്ട് വേറെ വല്ല തിരക്കുകളിലൊക്കെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുറേ പേര് വിഷ് ചെയ്തു. ഒരു 13-15 പേരൊക്കെ വിഷ് ചെയ്തു. ഈ ഗ്രൂപ്പിനകത്ത് ആകെ 22 പേരേ ഉള്ളൂ. എല്ലാ ഗ്രൂപ്പിലും എല്ലാവരും ആക്റ്റീവ് ആവില്ലല്ലോ. ഒരു 15-16 പേരൊക്കെ വിഷ് ചെയ്തതിന് ശേഷം ഒരു ഉച്ചയ്ക്ക് 3-3:30 ആയപ്പോൾ നമ്മുടെ ഈ ബർത്ത്ഡേ ബോയ് വന്നു. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇട്ടു. താങ്ക് യു, വെറും ഒരു താങ്ക് യു. അതായത് ആരുടെയും പേഴ്സണലി റിപ്ലൈന് വന്നിട്ട് കൊടുത്ത് താങ്ക് യു അർജുൻ, താങ്ക് യു അങ്ങനെ പറയാൻ എന്നിട്ടല്ല, മൊത്തത്തിലൊരു താങ്ക് യു. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തീരെ പിടിക്കാത്ത കാര്യം അതാണ്. എൻ്റെ ബർത്ത്ഡേക്ക് ആരെങ്കിലും വിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രൂപ്പിലാണോ പേഴ്സണലാണോ, ഞാൻ ഇൻഡിവിജ്വലായിട്ട് ഞാൻ താങ്ക് യു കൊടുക്കും. അതാണ് എൻ്റെ ശീലം. ഇത് മൊത്തത്തിൽ ചില ആളുകൾ കണ്ടിട്ടുണ്ട്, താങ്ക് യു ഓൾ, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇടും. പക്ഷേ അതല്ല രസം. ഈ 3:30 താങ്ക് യു വന്ന അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ മെയിൻ ആക്റ്റീവ് മെമ്പറും അഡ്മിനും ആയിട്ടുള്ള മറ്റൊരു ചേട്ടൻ, ആളും എന്നൊക്കെ മൂത്തതാണ്, അതുകൊണ്ട് ചേട്ടൻ എന്ന് വിളിക്കാം. ഇവർക്ക് ആർക്കും മലയാളം അറിയില്ല കേട്ടോ, അതുകൊണ്ടാട്ടോ ഞാൻ ധൈര്യമായിട്ട് ഇതൊക്കെ പറയണത്. ഇവരെല്ലാവരും കന്നഡികാസും തെലുങ്കൊക്കെയാണ്. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട്, അതായത് അഡ്മിൻ ചേട്ടൻ വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ പേരൊക്കെ പറഞ്ഞ് 2-3 ബിയർ കുപ്പിയുടെ ഇതൊക്കെ ഇട്ട്. അപ്പോൾ ഈ പുള്ളി ഇപ്പോൾ ഓൺലൈനിലുണ്ട്. നമ്മുടെ ബർത്ത്ഡേ ബോയ് ഇപ്പോൾ ഓൺലൈനിലുണ്ട്. അത് കണ്ടുകൊണ്ടാണല്ലോ മറ്റേ ആൾ വന്ന് പറഞ്ഞത്. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബർത്ത്ഡേ ബോയ്ക്ക് ഇപ്പോൾ റിപ്ലൈ കൊടുക്കണം. മറ്റുള്ള എല്ലാവർക്കും വന്നിട്ട് വെറും താങ്ക് യു മാത്രം കൊടുത്തുള്ളൂ. ഇപ്പോൾ ഈ ലാസ്റ്റ് ഒറ്റയ്ക്ക് വിഷ് ചെയ്ത ആൾക്ക് താങ്ക് യു ആളുടെ പേര് പറഞ്ഞ് ഒരു ഇൻഡിവിജ്വൽ റിപ്ലൈ കൊടുത്താൽ ബാക്കി എല്ലാവർക്കും ദേഷ്യം വരും. കാരണം 6 മണി മുതൽ ആളുകൾ വിഷ് ചെയ്യാൻ തുടങ്ങിയതാണ്. നമ്മുടെ അഡ്മിൻ ചേട്ടൻ നല്ല ക്ലെവറാണ് പുള്ളി. അതുകൊണ്ട് 3:30 കണ്ട ഉടനെ തന്നെ അങ്ങോട്ട് ആൾ ഓൺലൈനിലുണ്ടെന്ന് കണ്ട ഉടനെ ഒരു വിഷ് കൊടുത്തു. ഇപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ ബർത്ത്ഡേ ബോയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല. ആൾ ആ ഗ്രൂപ്പിൽ നിന്ന് അങ്ങോട്ട് ലെഫ്റ്റായി. 8 കൊല്ലമായിട്ട് ഉള്ള ഗ്രൂപ്പാണ്. ആളുടെ ബർത്ത്ഡേ ദിവസം ആളങ്ങോട്ട് ലെഫ്റ്റായി. അപ്പോൾ എല്ലാവരും ചർച്ചയായി, എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് ചർച്ചയായി. ചില ആൾക്കാർ പറഞ്ഞു അവന് ഭയങ്കര ജാടയാണ്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ജാട, ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം, നമുക്കെന്ത്, നമ്മളിപ്പോൾ അത്ര കണക്റ്റഡും അല്ല. പക്ഷേ എന്താണ് സംഭവം എന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അഡ്മിൻ ചേട്ടനൊരു മെസ്സേജ് അയച്ചു, എന്ത് പറ്റി ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളി പേഴ്സണലായിട്ട്, അതായത് ബർത്ത്ഡേ ബോയ് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു അത്രേ. ഞാനിപ്പോൾ നിങ്ങൾക്ക് തനിയെ ഒരു റിപ്ലൈ തന്നാൽ എന്താ വിചാരിക്കുക എന്ന് തോന്നി. അതുകൊണ്ട് തൽക്കാലം ഞാൻ ലെഫ്റ്റായി. നിങ്ങൾക്ക് ഞാൻ പേഴ്സണലി ഒരു താങ്ക് യു തന്നു. ഒരു കാര്യം ചെയ്യ്, ഈ പ്രശ്നമൊക്കെ അങ്ങോട്ട് കെട്ടടങ്ങിയതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. അപ്പോൾ ആരും അതറിയില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഇത്രയും പ്രശ്നം? ആളുകൾ എന്തിനാണ് ഇത്രയും ഓവർ തിങ്ക് ചെയ്യുന്നത്? മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോൾ എൻ്റെ കേസിൽ ആളുകൾ പലതും എന്നെക്കുറിച്ച് വിചാരിക്കുന്നുണ്ട്. ഞാനതൊന്നും ബോദർ ചെയ്യുന്നില്ല. ഞാൻ എങ്ങനെയാണോ ഞാൻ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് വിഷസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ പേഴ്സണലായിട്ടാണ് കൊടുക്കേണ്ടതെങ്കിൽ അങ്ങനെ കൊടുക്കാം. നോ പ്രോബ്ലം. ആളുകൾ എന്ത് വിചാരിക്കുന്നു എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അടുത്ത സീനായപ്പോഴേക്കും വൈകുന്നേരമായി, സൂര്യൻ അസ്തമിക്കാറായി. 6:20 നമ്മുടെ ഷോ തുടങ്ങാൻ ഇനി 10 മിനിറ്റും കൂടി ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ എം ലാൽ സിനിപ്ലെക്സ്, നമ്മുടെ ലാലേട്ടൻ്റെ സ്വന്തം തിയേറ്റർ. ഇന്നിപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രണ്ടിലുള്ള ആ ഒരു എൻട്രൻസിൽ അവിടെ ഒരുപാട് ബർത്ത്ഡേ പോസ്റ്റേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ. രാവിലെ ഫാൻസിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കൊട്ടും പാട്ടൊക്കെ ഉണ്ടായിരുന്നതാണ് അറിഞ്ഞത്. പക്ഷേ രാവിലെ വന്നിരുന്നെങ്കിൽ നമുക്ക് അതൊക്കെ ഷൂട്ട് ചെയ്യാമായിരുന്നു. അത് മിസ്സായിപ്പോയി.
നമ്മുടെ ജോർജ് കുട്ടിയും ഫാമിലിയും 3-ാം തവണ വരുമ്പോൾ നമ്മളെ 3-ാം തവണയും ഞെട്ടിക്കും എന്നൊരു പ്രതീക്ഷയോടുകൂടി പടത്തിന് കയറാൻ പോവുകയാണ്. മിന്നിച്ചേക്കണേ. അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ. ഞാൻ ഇന്നലെ വീഡിയോ വൈൻഡപ്പ് ചെയ്തില്ല. ദൃശ്യം 3 ഇന്നലെ കണ്ടിറങ്ങി. ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് ഈ സിനിമ കാണാൻ പോയത്. ആ എക്സ്പെക്റ്റേഷനൊക്കെ തന്നെ ഫുൾഫിൽ ആവുന്ന തരത്തിലായിരുന്നു പടത്തിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ. ഭയങ്കര തൃപ്തിയായി എനിക്ക്. ഒരു പെർഫെക്റ്റ് എൻഡിങ് ടു ദിസ് ഫ്രാഞ്ചൈസി ഇന്ന് എനിക്ക് തോന്നി. ഇനിയും ഇതിൻ്റെ അടുത്ത പാർട്ട് വരുമെന്നറിയില്ല. പക്ഷേ കിടിലം പടം, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽ ആയി പറഞ്ഞാൽ സ്പോയിലേഴ്സൊക്കെ വന്നു പോകും. അതൊന്നും വേണ്ട. കിടിലം പടം. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട പടം തന്നെയാണ്. വർത്ത് ടു വാച്ച് ഇൻ തിയേറ്റേഴ്സ്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വ്ളോഗ് അവസാനിപ്പിക്കുന്നു. പിന്നെ ഈ ഒരു വ്ളോഗ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കാലത്തേക്ക് കാണാതാവുന്ന പരിപാടി ഉണ്ടാവില്ലേ? അതുണ്ടാവില്ല. ഞാൻ കുറച്ച് ബാക്കപ്പ് വീഡിയോസൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ റെഗുലറായിട്ട് അറ്റ്ലീസ്റ്റ് 3 ദിവസത്തിലൊരിക്കലൊക്കെ ആയിട്ട് വീഡിയോസുമായി വരാം. അപ്പം ഞാനൊരു മുടി വെട്ടാൻ വേണ്ടി പോവുകയാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ച് പുതിയ ലുക്കിൽ ഞാൻ വരാം. ബൈ.